सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरं मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। ओम वार्धाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ। ഹരി ഓം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങും ബാക്കി. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില എനിക്ക് നിയന്ത്രണമില്ലാത്ത ചില കാരണങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സമയമാറ്റം ഉണ്ടായത് എന്നാണ്. അപ്പോൾ അതിലാദ്യം ക്ഷമ ചോദിക്കുന്നു. ഇനി ഈ എടുക്കുന്ന ക്ലാസ്സുകൾ എന്തൊക്കെയാണ് വൈകുന്നേരങ്ങളിലും അത് വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ യൂട്യൂബിൽ അത് ചെയ്യുകയും ചെയ്യും. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒന്ന് അർജുനന്റെ ദുഃഖം. ആ ദുഃഖത്തിൽ നിന്ന് മാറാൻ, ഏതൊരു ദുഃഖത്തിൽ നിന്നും മാറാൻ, അർജുനന്റെ മാത്രമല്ല ഏതൊരു ദുഃഖത്തിൽ നിന്നും മാറാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നേടുക എന്നുള്ളതാണ്. ആ ജ്ഞാനത്തിനെ പറ്റി, ആത്മജ്ഞാനത്തിനെ പറ്റി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. എങ്കിലും അത് അർജുനന് മനസ്സിലായില്ല എന്ന് മനസ്സിലായിട്ട് ഭഗവാൻ ധർമ്മത്തിന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ താഴോട്ട് പോയി എന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെന്താണ്, മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ധർമ്മത്തിന്റെ ഭാഗത്ത് വെച്ചും അർജുൻ ഈ യുദ്ധം ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് സൂചിപ്പിച്ചു. എന്നിട്ടോ ഈ ധർമാചരണത്തിന്റെ കാര്യവും അതുമാത്രമല്ല, പിന്നെയോ ആധ്യാത്മികമായിട്ട് ഉയരണമെന്നുണ്ട് എങ്കിലും ഒരാള് തൻ്റെ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പോവുകയാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിലും അതിനേക്കാൾ ഉപരി ഇനി വരുന്ന അടുത്ത അധ്യായങ്ങളിലെല്ലാം. പലപ്പോഴും നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട്. എവിടുന്ന് കിട്ടിയ ധാരണയാണെന്ന് നമുക്കറിയില്ല. ആധ്യാത്മികതയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക വ്യക്തിത്വമാകുന്ന സമയത്ത് അത് ഇപ്പോഴും നയിക്കുന്ന ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് എന്നാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇപ്പം ചെയ്യുന്ന കണക്കത്തെ കാര്യങ്ങളൊന്നുമല്ല, അതിന് പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ പൂജ ചെയ്യുക, അല്ലെങ്കിൽ ധ്യാനിക്കുക ഇത്യാദി കാര്യങ്ങളാണ് എന്നൊരു ധാരണ. അത് മാത്രമാണ് ആധ്യാത്മികത എന്നൊരു ധാരണയുണ്ട്. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ എന്ന് വെച്ചാൽ ഭാരത സംസ്കാരത്തില്, വേദാന്തത്തില് ഒരിക്കലും ഈ ഒരു ലൗകിക ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല ആധ്യാത്മികതയെ കണ്ടിരുന്നത്. കാര്യം നമ്മൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആധ്യാത്മികതയുടെ അതിൻ്റെ ബലത്തിൽ പിൻപറ്റി വേണം നമ്മൾ ചെയ്യാൻ എന്നാണ് ആചാര്യന്മാർ പറയാം.
അപ്പം അതിൽ ആദ്യത്തെ കാൽവെപ്പാണെന്ത്? നമ്മൾ കണ്ടായിരുന്നു, നമ്മുടെ ഉള്ളിലുള്ള അഴുക്കിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, ഉള്ളിലെ മലത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, വാസന അതല്ലെങ്കിൽ രാഗദ്വേഷം അതല്ലെങ്കിൽ സ്വാർത്ഥതയാകുന്ന അഴുക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മയോഗം ചെയ്യണം, സേവനം ചെയ്യണം. അതല്ലെങ്കിൽ ആധ്യാത്മികതയില്, ആധ്യാത്മിക പാതയില് ആദ്യത്തെ പോയിന്റ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു തുടങ്ങണം എന്നുള്ളതാണ്. ഡ്യൂട്ടിയെ പറ്റി ഇപ്പൊ ഇവിടെ പറയുന്നില്ലേ, അത് അടുത്ത അധ്യായം ആകുമ്പോൾ, 3-ാമത്തെ അധ്യായം ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഭഗവാൻ ഡ്യൂട്ടി എന്ന് തന്നെ എടുത്ത് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ആധ്യാത്മിക ജീവിതം നയിക്കണമെങ്കിൽ ആദ്യത്തെ പരിപാടി എന്താ? ഒരു സംശയം വേണ്ട, എന്താണോ നമ്മൾക്ക് വിധിച്ചിരിക്കുന്നതായിട്ടുള്ള ഡ്യൂട്ടി അത് ചെയ്യണം, അത് ചെയ്തു തന്നെ വേണം. ഇപ്പൊ സാധാരണ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, ആ സിനിമയാണ് അതിന് എടുക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പറയുന്ന ഒരു ഉദാഹരണം. കാര്യം അതിൽ വിജയൻ മാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ധാരണ ഭാര്യ മക്കളെ നോക്കുന്നതും അതേപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ആധ്യാത്മിക ജീവിതം എന്ന് വിചാരിച്ചിട്ടാണ് പക്വമാകാതെ ഇവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏതോ ഒരു ആശ്രമത്തിൽ പോകുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആവശ്യത്തിന് ആ ഒരു മനസ്സിന് ചിത്തശുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ, ടെക്നിക്കലി പറയുമ്പോൾ ചിത്തശുദ്ധി എന്നാണ് അതിന് പറയാ, അല്ലെങ്കിൽ ആ ഒരു പാകത ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ആശ്രമത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വരുന്നു എന്നാ. മനസ്സിലായില്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. എന്താണ്? നമ്മളെ എവിടെയാണോ ഇപ്പൊ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, നമുക്ക് എന്താണോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി, അത് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ ചെയ്ത് നമ്മുടെ ഉള്ളിലെ രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കി കഴിയുന്ന സമയത്തായിരിക്കും നമ്മൾ പതിയെ 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 ആധ്യാത്മികതയിൽ ഉയരുക എന്നുള്ളതാണ്. അപ്പം ഇത് ഓർത്ത് തുടങ്ങിക്കണം. അപ്പം ഇവിടെ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ കർമ്മയോഗത്തിനെ പറ്റിയിട്ടാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പം ഇവിടെ നമ്മൾ എന്താണ്, ഭഗവാൻ വളരെ ഗംഭീരമായിട്ട് ആ തോട്ട് ഫ്ലോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തോണം, ഇതേ കാര്യത്തിനെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതേ വിഷയത്തിനെ പറ്റി വേറെ ആംഗിളുകളിലായിരിക്കും അടുത്ത അധ്യായങ്ങളിൽ കാണുക. ഇവിടെ എന്താണ് പറഞ്ഞത്? നമ്മൾ എന്തൊക്കെയാ ആണെങ്കിലും കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം കർമ്മത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷെ കർമ്മയോഗത്തിന് ആ പ്രശ്നമില്ല. എന്താ കർമ്മത്തിന്റെ പ്രശ്നവും കർമ്മയോഗത്തിന്റെ പ്രശ്നവും? ആദ്യത്തെ പോയിന്റ് ഇതാണ്. കർമ്മത്തിൽ സാധാരണ കർമ്മങ്ങൾക്കെല്ലാം അഭിക്രമനാശവും ഉണ്ട്, പ്രത്യവായവും ഉണ്ട്. അതായത് മുഴുവനായിട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഫലം കിട്ടില്ല, അതേപോലെ തന്നെ പ്രതീക്ഷിച്ച ഫലം കിട്ടത്തില്ല. അതല്ല എങ്കിലോ ഈ പറഞ്ഞ കണക്ക് കൂടുതൽ ചെയ്യോ കുറവ് ചെയ്താലോ അതിൻ്റെതായിട്ടുള്ളൊരു വിപരീത ഫലത്തിനും സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ കർമ്മയോഗം അങ്ങനെയല്ല. നമ്മളൊരു ഇത്തിരിയെങ്കിലും നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ, വളരെ കുറച്ച് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ കൂടെ അനുഷ്ഠിച്ചതിൻ്റെ അത്രയും ഫലം നമുക്ക് കിട്ടും. കാര്യം എന്താണ്? കാര്യം ഇതൊരു കർമ്മത്തിനെ ബേസ് ചെയ്തിട്ടല്ല അതിൻ്റെ റിസൾട്ട് വരുന്നത്. പിന്നെയോ ഏത് കർമ്മം ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നത് തന്നെ ഫലത്തിലേക്ക് നമ്മളെ നയിക്കും എന്നാണ് താല്പര്യം. എന്നിട്ടോ അതിനുശേഷം ഭഗവാൻ നമുക്ക് സാധാരണ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പോയിന്റിലേക്ക് എടുത്തു വെച്ചു. കാര്യം പലപ്പോഴും ശാസ്ത്രം പഠിച്ച ആൾക്കാരുൾപ്പെടെ ഇപ്പോഴും ഈ കാലത്തും 2023 എന്താണ്, കർമ്മത്തിനെ അല്ലെങ്കിൽ കർമ്മയോഗം എന്ന് പറയുന്നതിനെ കർമ്മകാണ്ഡവുമായിട്ട് തെറ്റിദ്ധരിക്കും. എന്താ അപ്പൊ കർമ്മകാണ്ഡം എന്നറിയണം, കർമ്മയോഗം എന്താണ് എന്നറിയണം. അപ്പൊ അതുകൊണ്ട് ആദ്യം കർമ്മകാണ്ഡം എന്താണ് എന്ന് പറയും. എന്താ കർമ്മകാണ്ഡം? നമ്മൾ അന്ന് കണ്ടതുപോലെ ഒന്നുകൂടെ ഇതിനെ ആ ഒരു പോയിന്റിനെ പറയാണ്. അതായത് കർമ്മകാണ്ഡം വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഏറ്റവും തുടക്കത്തില്. ഇത് ഈ കർമ്മകാണ്ഡത്തില് അവരുടെ കൂടുതലും കാമ്യകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് എന്തെങ്കിലും ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പം ആ ആളുകൾ, പ്രത്യേകിച്ച് മീമാംസകർ, അവർ ധരിക്കുക ഏറ്റവും വലുത് എന്ന് പറയുന്നത് സ്വർഗലോക പ്രാപ്തി ഇത്യാദി കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട്, എന്ന് ധരിച്ച് അവർ കർമ്മങ്ങൾ ചെയ്യുന്ന.
പക്ഷെ നമുക്കൊരു സാധ്യതയുണ്ട്. എന്താണ്? ഈ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ തന്നെ ഇനി 6ാമത്തെ അധ്യായങ്ങൾ വരും. ക്ഷീണേ പുണ്യേ മർത്തിലോകം വിശന്തി. അതായത് നമ്മുടെ പുണ്യം തീരുന്നതിനനുസരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുമെന്നാ. ഇവർക്കത് പ്രശ്നമില്ല. ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ഇനി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മേളിലോട്ട് പോകുമെന്നാണ്. ഇതങ്ങനല്ല. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു മാറ്റവും ഇല്ലാത്ത അമൃതത്വത്തിലേക്ക് കടക്കാം എന്ന് പറയുന്ന സമയത്ത്, അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്? കർമ്മകാണ്ഡം തുച്ഛമായിട്ട് വരും എന്നാ. കർമ്മകാണ്ഡം മോശമാണോ? അല്ലല്ല. പക്ഷെ നമുക്ക് കർമ്മകാണ്ഡത്തിനേക്കാൾ വലുതായിട്ടുള്ള ആ മോക്ഷത്തിനെ നേടാൻ സാധ്യത ഉള്ള സമയത്ത് നമ്മൾ ആ കർമ്മകാണ്ഡത്തിനെ കയറി പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാന്റെ സൂചന. ഓക്കെ. അതായത് എന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഹാബലിയുടെ കഥ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇല്ലേ? പറഞ്ഞാണ്. എന്താണ്? അതായത് ഏറ്റവും മികച്ച ഭക്തനായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച മഹാബലി തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് മനസ്സിലാകത്തില്ലോ. കാര്യം എന്നാ? അദ്ദേഹം യാഗം ചെയ്യല്ലേ, യാഗം ചെയ്യുന്നത് മോശമാണോ എന്നെല്ലാം ആൾക്കാർ ചോദിക്കുക. ഇല്ലില്ല. കാര്യം അദ്ദേഹം ഏറ്റവും മികച്ച ഭക്തനായ ആള് ഏറ്റവും ഉയർന്ന അമൃതത്വത്തിനെ നേടാൻ പറ്റുന്ന സമയത്ത് അദ്ദേഹം വെറും തുച്ഛമായിട്ടുള്ള ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് കണ്ടപ്പോ ഭഗവാൻ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി എന്നാണ്. എന്നിട്ടോ മഹാബലിയെ അനുഗ്രഹിച്ചു എന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിന്റെ ഒരു നരേറ്റീവ് എല്ലാം വെച്ചിട്ട് ഈ പറയുന്ന സവർണവർഗീയ ആൾക്കാർ വന്നിട്ട് പാവപ്പെട്ട മഹാബലിയെ ചവിട്ടിത്താത്തി എന്നെല്ലാം പറഞ്ഞ കഥ വരും. പക്ഷെ നമ്മളൊരു സാധകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഹാബലിയോട് ഭഗവാൻ ചെയ്യുക. എന്നിട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ആളുകൾക്ക് എങ്ങനെ നമുക്ക് ഉയരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോവാം. അപ്പോൾ അതിന് പറയുന്ന കാര്യം 45ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണും. കർമ്മയോഗത്തിലേക്ക് പതുക്കെ നമ്മൾ അടുപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ത്രൈഗുണ്യ വിഷയാവേദാഹ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. ഇതാണ് ആ ശ്ലോകം. ഓക്കെ. എന്താണ്? അർജുന, വേദാഹ ത്രൈഗുണ്യ വിഷയാഹ. വേദങ്ങൾ സത്വരജസ്തമ രൂപമായ പ്രപഞ്ചത്തെ സംഭവിച്ചാണ്. വേദങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ എൻ്റെയർ വേദമല്ലേ. കാര്യം എന്താ? വേദത്തിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഉപനിഷത്തൊക്കെ വരുന്നത്. ആത്മജ്ഞാനത്തിനെ പറ്റിയിട്ടുള്ള ഉപനിഷത്തൊക്കെ വരുന്നത് വേദത്തിൻ്റെ അകത്താണ്. പിന്നെ ഇവിടെ വേദങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുക? അത് രൂഢിയായിട്ട് എടുക്കണം എന്നാ. രൂഢി എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് മീനിങ് വരും. ഉദാഹരണം പറഞ്ഞാൽ ഗുഡ് നൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശാസ്വസ്തി, അതല്ലെങ്കിൽ ശുഭരാത്രി എന്നാണെങ്കിലും വീട്ടിൽ ഗുഡ് നൈറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ മൊസ്കിറ്റോ റെപ്പല്ലൻ്റ് ഉണ്ടോ എന്നാണ്. മനസ്സിലായില്ലേ? കാര്യം ഇന്ത്യക്കാർക്ക് മനസ്സിലാവും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊസ്കിറ്റോ റെപ്പല്ലൻ്റ് ആണെന്ന്. അതേപോലെ ഇവിടെ വേദങ്ങൾ എന്ന് പറയുന്നത് ആ കർമ്മകാണ്ഡ ഭാഗത്തിനെയാണ്. ഓക്കെ. അല്ലാതെ ഉപനിഷത്തും കൂടെ ചേർന്നിട്ടുള്ളതായിട്ടുള്ളതല്ല. ഓക്കെ, അത് ഓർത്തോണേ. വേദങ്ങൾ ത്രിഗുണ വിഷയങ്ങൾ പറയുന്ന ലോകത്തെ സംബന്ധിച്ചതാണ്. ത്രൈഗുണ്യം, ത്രിഗുണങ്ങളെ, അതായത് ലോകത്തിനെ, ഭോഗത്തിനെയൊക്കെ സംബന്ധിച്ചിട്ടാണ്. ഈ അപരാവിദ്യകൾ 3 തരം ആഗ്രഹങ്ങളാൽ ബന്ധപ്പെട്ടതാണ്. എന്താണ്? സത്വതരത്തിലുള്ള സത്വം, രജസ്, തമസ് രീതിയിലുള്ള ആഗ്രഹങ്ങളെ പറ്റി ബന്ധപ്പെട്ടതാണ്. ഇതെന്തൊക്കെയാണെന്നല്ല നമ്മൾ 16-17 അധ്യായങ്ങളിലൊക്കെ കാണുവേ. ഭഗവത്ഗീത അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള കൃതിയാണ്. കാര്യം എവിടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാത്തതായിട്ടുണ്ട് എങ്കിൽ അത് വേറൊരു പോയിന്റിൽ അത് അവർ വിശദീകരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 16-17 അധ്യായം 16 ശ്രദ്ധാത്രയ വിഭാഗ യോഗമൊക്കെ കാണുന്ന സമയത്ത് എന്താണ് സത്വ രജസ് തമസിലുള്ള കാര്യങ്ങൾ എന്നുള്ളതെല്ലാം അവിടെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ എന്താ മനസ്സിലാക്കുക? ഈ ലോകം എന്ന് പറയുന്നത് ഈ അപരാവിദ്യയില് 3 തരം ആഗ്രഹങ്ങളാൽ ബന്ധപ്പെട്ടവയാണ്. ഈ വേദങ്ങൾക്ക് ഉപരിയാകണം എന്നല്ല, മറിച്ച് ഈ കർമ്മകാണ്ഡത്തിന് മേളിലാകണം എന്നാണ് നമ്മൾ എന്താണ് പറഞ്ഞത്? നിസ്ത്രൈഗുണ്യോ ഭവാർജുന. നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറഞ്ഞാൽ ഈ ത്രിഗുണങ്ങൾക്ക് അതീതമാകും. ഈ സത്വരജസ് തമങ്ങൾക്ക്, സത്വരജസ് തമസ് ഇതിനതീതമാകൂ, അതല്ലെങ്കിൽ ഈ കർമ്മകാണ്ഡത്തിന് അതീതമാകൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾക്ക് ഉപരി പോകൂ എന്നാണ്. കാര്യം നമ്മൾ കണ്ടു എന്താണ് നമ്മുടെ മലം, ഉള്ളിലുള്ള മലം എന്താണ്? സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥത എവിടുന്നാണ്? ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പൊ ഈ ആഗ്രഹങ്ങൾക്ക് വെളിയിൽ പോകൂ. ഈ ആഗ്രഹങ്ങളെ പരിപോഷിപ്പിക്കുന്നതാണ് കർമ്മകാണ്ഡം.
നീ ഇത് ചെയ്താൽ നിനക്കിത് കിട്ടും, നീ ഇത് ചെയ്താൽ നിനക്കിത് കിട്ടും, നീ ഇത് ചെയ്താൽ നിനക്കിത് കിട്ടും എന്ന് പറയുന്നതാണ് കർമ്മകാണ്ഡം. നിങ്ങൾ ആരെങ്കിലും അത് ഈ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പം വളരെ നല്ല മനസ്സുള്ള ആൾക്കാരെ, അതായത് സേവനമൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാരെ നമ്മൾ പൈസ കൊടുത്ത് ചീത്തയാക്കും. കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ കാണും ചില ആൾക്കാരുണ്ട് നന്നായിട്ട് സേവനമൊക്കെ ചെയ്യും, അവരെ ദൈവത്തെ ഓർത്ത് നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, ചൂഷണം ചെയ്യാന്നല്ല. ആ സേവനം ചെയ്യാൻ മനസ്സോടുകൂടി വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നീ എന്ത് ചെയ്യൂ, നിനക്ക് ഇതിന് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്തിട്ട് അവരെ ചീത്തയേക്കാം. പിന്നെ അവരെന്തിനാണ് അവർ സേവനം എന്ന് പറഞ്ഞൊരു പരിപാടി പിടിക്കൂല, അവർ പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് തുടങ്ങും. അവരുടെ ഈ ഒരു ലെവലിൽ നിന്ന് അവരെ താഴോട്ടുണ്ടൊരു നമ്മളൊക്കെ ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ കർമ്മകാണ്ഡം ചെയ്യുന്നത് അതാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത്, എണ്ണ ഒഴിച്ചു കൊടുത്ത്, ചിലപ്പോൾ പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് നിനക്ക് ഇന്നത് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ആഗ്രഹങ്ങളിൽ ബന്ധിപ്പിച്ചെടുക്കും. അതിൻ്റെ മേളിലേക്ക് പോകൂ. നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഓക്കെ, ഈ ത്രിഗുണങ്ങൾക്ക് അപ്പുറം പോകണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ രീതിയിലാണെങ്കിൽ ജീവൻ മുക്തനാകണം എന്നാണ്. അപ്പോൾ ത്രിഗുണങ്ങൾക്ക് മേളിൽ പോകണം. ത്രിഗുണങ്ങൾക്ക് മേളിൽ പോകാന്ന് പറഞ്ഞാൽ സത്വത്തിൻ്റെയും ഉപരി പോകണം. സത്വം നല്ലതല്ലേ? അതെ, സത്വം നല്ലതാണ്. പക്ഷെ സത്വവും നമ്മളെ ബന്ധിപ്പിക്കും എന്നാണ്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇരുമ്പിൻ്റെ ചങ്ങല, വെള്ളിയുടെ ചങ്ങല, അതേപോലെ സ്വർണത്തിൻ്റെ ചങ്ങല എന്ന് പറയുന്ന കണക്കാണ്. സ്വർണത്തിൻ്റെതാണെങ്കിലും ചങ്ങലയാണ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം സത്വവും നമ്മളെ എന്ത് ചെയ്യും? ബന്ധിപ്പിക്കാം. ഓക്കെ, അതുകൊണ്ട് എന്താണ്, നമ്മൾ ഈ സത്വത്തിൻ്റെ മുകളിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? നിർദ്വന്ദ്വനാകണം. അതാണ് ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മാവാൻ. ഇതാകണം എന്നാണ് പറയാൻ പോകുക. അപ്പം ഈ സത്വത്തിൻ്റെ അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങൾക്ക് മുകളിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? നിർദ്വന്ദ്വനാകണം. നിർദ്വന്ദ്വൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വന്ദ്ങ്ങൾക്ക് അതീതനായിട്ട് വർത്തിക്കണം. എന്താ ദ്വന്ദ്ങ്ങൾക്ക് അതീതനായിട്ട് വർത്തിക്കുക എന്ന് പറഞ്ഞാൽ പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റിന്റെ വെളിയിൽ പോകണം. വീതരാഗഭയക്രോധം. എന്താ ഭഗവത്ഗീത നമ്മൾ എടുത്താലേ, നമ്മൾ ഭഗവത്ഗീത ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ ഈ ഒരു പോയിന്റ് വീണ്ടും വരും. എന്താണ്? ഒരു ബാലൻസ്ഡ് മൈൻഡ് ആകുക, പിന്നെ രണ്ടിൻ്റെ ഇടയിൽ പോയിട്ട് പോകാതെ, അതായത് രാഗത്തിൻ്റെ പുറകെ പോകാതെ ദ്വേഷത്തിൻ്റെയും പുറകിൽ പോകാതെ ഇതിൻ്റെ മുകളിലേക്ക് പോകൂ എന്ന് പറയുന്നത് പലതവണ ഭഗവത്ഗീതയിൽ വരും. പലതവണ. ഓക്കെ, അപ്പം ഈ നിർദ്വന്ദ്വനാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജസ് തമസ് ഗുണങ്ങൾക്ക് അതീത് പോകണം. പിന്നെയോ വെളിയിൽ പോണേൽ ആദ്യം തുടക്കത്തിൽ സത്വമാകണം. ശ്രദ്ധിച്ചോണേ, ഞാൻ ഭയങ്കര തമസ്സുള്ള ഒരാളാണ്. അതായത് ഏത് സമയം ഉറക്കമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഇപ്പം 7 മണി ആയതുള്ളൂ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി കിടന്നുറങ്ങാൻ എന്നാണ് വിചാരിക്കുന്നതെന്ന് വെക്കുക. ബുദ്ധിമുട്ടാവും. ഈ തമസിൽ നിന്ന് എനിക്ക് ആദ്യം തന്നെ സത്വത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? തമസിൽ നിന്ന് രജസ്സിലേക്ക് പോകണം. ഈ രജസ്സിൽ നിന്ന് സത്വത്തിലേക്ക് പോകണം, എന്നിട്ടേ നമുക്ക് അതിൻ്റെയും ഉപരിയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ആ രീതിയിലാണ്. അപ്പം ഇവിടെ നമ്മളിപ്പം വളരെ മടി പിടിച്ചിരിക്കുന്ന ഒരാളെ നേരിട്ട് സത്വത്തിലേക്ക് ചിലപ്പോൾ പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവരെ കൊണ്ട് സേവന ഇത്യാദി കർമ്മങ്ങൾ ചെയ്യിക്കും. നിനക്ക് ചില കാര്യം ഗുണം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കത്തില്ല. എന്താണ്? നീ കടയിൽ പോയി സാധനം മേടിച്ചാൽ നിനക്ക് പോക്കറ്റ് മണി തരാം എന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യിക്കും. പക്ഷേ അതല്ല ഫൈനല്. പിന്നെന്താണ്? ആ രജസ് ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് പിന്നെ അവൻ സത്വത്തിലേക്ക് ഉയരണം. അതിനുശേഷം ആ സത്വത്തിൻ്റെയും വെളിയിലേക്ക് പോകണം. അതാണ് താല്പര്യം എന്ന് ഓർത്തോണം. എന്നിട്ടെന്താ? നിർദ്വന്ദ്വനാകണം എന്ന് പറഞ്ഞു. പേസ് ഓഫ് ഓപ്പോസിറ്റ്. എന്തിനാ പേസ് ഓഫ് ഓപ്പോസിറ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക? കാര്യം നമ്മുടെ സുഖദുഃഖങ്ങൾ നിൽക്കുന്നത് ഇതിന് വില കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. എന്താ? എൻ്റെ രാഗം, എനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവും. എനിക്ക് ദ്വേഷമുള്ള കാര്യം എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം ഉണ്ടാവും. നേരെ മറിച്ച് എനിക്ക് അങ്ങനെ ദേഷ്യമുള്ള കാര്യവുമില്ല, രാഗമുള്ള കാര്യമില്ലെങ്കിൽ എന്തു വന്നാലും എനിക്ക് അതിനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്നു.
എന്താ 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 ഒന്നുകൂടെ പറയൂ. അതായത് എനിക്ക് ചില കാര്യങ്ങളോട് ഒട്ടും ഇഷ്ടമില്ല എന്ന് വെച്ചു, അതെൻ്റെ നേരെ വരികയാണ്. എനിക്ക് ദ്വേഷമുള്ള കാര്യങ്ങൾ എന്നെ വീണ്ടും 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 തേടി വരികയാണെങ്കിൽ അതെൻ്റെ ഉള്ളിൽ ദുഃഖം ഉണ്ടാക്കും. അതേപോലെ എനിക്ക് രാഗമുള്ള, എനിക്ക് ലൈക്സ് ഉള്ള, എനിക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് വെച്ചോ, അത് എന്നിൽ നിന്ന് വിട്ടുപോവുകയാണെന്ന് വെച്ചോ, അത് എനിക്ക് ദുഃഖം ഉണ്ടാക്കും. നേരെ മറിച്ച് എനിക്ക് പ്രത്യേകമായിട്ട് രാഗദ്വേഷങ്ങളൊന്നുമില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെ വന്നാലും എനിക്കതിനെ നോക്കി നിൽക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ കളിപ്പാട്ടങ്ങളോട് നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് ഇപ്പം? അങ്ങനൊന്നുമില്ല. എനിക്കിപ്പോൾ ഡോറാ ബൂജിയുടെ മറ്റേ സാധനം കിട്ടിയാലും, എനിക്ക് മറ്റേ കാറ് കിട്ടിയാലും, എനിക്ക് ഫ്ലൈറ്റിൻ്റെ ഒരു കളിപ്പാട്ടം കിട്ടിയാലും എനിക്ക് ഒരേപോലാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന നമ്മളിപ്പോൾ ഇത്രയും പേർക്ക് ഒരേപോലാണ്. ആണോ അല്ലയോ? ആണെന്ന് പറ. അതെ അതെ. പക്ഷേ ഒരു കുട്ടിക്ക് അങ്ങനല്ല. എനിക്ക് ഈ ഡോറാ ബുജി വേണ്ട, എനിക്ക് അതിന് പകരം മറ്റേ എന്നാ വേറെ ഒരു സാധനം മതി, മറ്റേ എന്താ ചോട്ടാ ഭീമിന്റെ ഇത് മതി എന്ന് പറയും. നമുക്ക് ഈ ചോട്ടാ ഭീമും ഒരേപോലാണ്, നമുക്ക് ഡോറാ ബുജിയും ഒരേപോലാണ്. നമുക്കിപ്പോൾ ഒരു ട്രക്കിന്റെ ആയിക്കോട്ടെ, കാറിന്റെ ആയിക്കോട്ടെ, JCBയുടെ ആയിക്കോട്ടെ, അത് നമുക്ക് ഒരേപോലെ ആയതുകൊണ്ട് തന്നെ എന്താ, എന്നെ അത് ബാധിക്കില്ല. നേരെ മറിച്ച് ഒരു കൊച്ചുകുട്ടിക്ക് ഡോറാ ബൂജിക്കാണോ മറ്റേ JCBക്കാണോ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അവരുടെ ഒരു ടെമ്പർമെന്റ് അനുസരിച്ച് ചില ആൾക്കാർക്ക് ഡോറാ ബൂജിയോടായിരിക്കും താല്പര്യം, ചില ആൾക്കാർക്ക് JCB താഴെ വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എൻ്റെ ഡോറാ ബൂജി എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ഈ പിള്ളേർ പറയും. അതല്ലെങ്കിൽ ഡോറാ ബൂജിയുടെ അത് തന്നെ താഴെ വീണ് കഴിഞ്ഞാൽ അയ്യോ അത് പോയല്ലോ എന്ന്. കാര്യം എന്നാ? ആ രാഗദ്വേഷമാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. കാര്യം എന്താ? നമ്മൾ ഡോറാ ബൂജിയെയും ചോട്ടാ ഭീമിനെയും ഇതിനെയൊക്കെ ഒരേപോലെ കാണുന്നത് കൊണ്ട്. പക്ഷെ അത് കണക്കാണ് ലോകത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാണ്, അല്ലല്ല, അത് കണക്കാകണം എന്നാണ്. അവിടാണ് നമ്മൾ നിർദ്വന്ദ്വനാകുന്നത് എന്നാണ്. അവിടാണ് നമ്മൾ ദ്വന്ദ്ങ്ങൾക്ക് അതീതമാകുന്നത്. ഈ ദ്വന്ദ്ങ്ങൾക്ക് അതീതമായാലാണ് നമ്മൾ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് പോവുക. അപ്പം തുടക്കം ഇതൊക്കെയാണേ. ഇത് നമ്മൾ വിശദീകരിച്ച് എവിടെ കാണും? കർമ്മയോഗത്തിൽ കുറച്ചും കൂടെ നന്നായിട്ട് കാണും. ഓക്കെ. നിർദ്വന്ദ്. എന്നിട്ട് ഞാൻ പറഞ്ഞു തമസിൽ നിന്ന് രജസിൽ നിന്ന് പിന്നെ ആദ്യം സത്വമായിട്ട് മാത്രമേ നമുക്ക് ഉയർന്നു പോകാൻ പറ്റുള്ളൂ. അടുത്തതാണ് പറയാ നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ. എന്താ? സത്വത്തിൽ, സൂപ്പർ സത്വത്തിൽ നമ്മൾ എപ്പോഴും നിൽക്കണം എന്നാണ്. എന്താ പറഞ്ഞേ? സൂപ്പർ സത്വത്തിൽ. അത് ഈ സൂപ്പർ സത്വം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പഠിക്കുക ഇപ്പോഴല്ല, കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ നമ്മൾ 16-ാം അധ്യായത്തും, ഇപ്പൊ 2 ആയിട്ടേ ഉള്ളൂ, 2ന്റെ പകുതി ആയിട്ടുള്ളൂ. 16-ാം അധ്യായത്തുമ്പോൾ ഭഗവാൻ ദൈവീ ഗുണങ്ങളെ പറ്റി പറയും, ദൈവീ സമ്പത്തിനെ പറ്റി ഭഗവാൻ പറയും. ഈ ദൈവീ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആർജിക്കേണ്ടതായിട്ടുള്ള ഗുണങ്ങളാണ്. ഇത് അധികാരിത്വമാണ് എന്നാണ്. എന്താണ്? ഇതുണ്ടെങ്കിലാണ് 15-ാം അധ്യായത്തിൽ പറഞ്ഞ ആ പുരുഷോത്തമ സ്ഥിതിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. എന്താ? 15-ാം അധ്യായം ഉണ്ടല്ലോ, ആ അധ്യായത്തിന്റെ പേര് പുരുഷോത്തമ യോഗം എന്നാണ്. ഓക്കെ. ഉത്തമ പുരുഷൻ, അതുമായിട്ട് ചേർച്ചയാണ്. ഞാൻ പുരുഷോത്തമനാകണമെന്നുണ്ട് എങ്കിൽ അതിന് വേണ്ട അധികാരിത്വമായിട്ടാണ് 15-ാം അധ്യായം പറഞ്ഞതിന് ശേഷം 16-ാം അധ്യായത്തില് ദൈവീ സമ്പത്തിനെയും ആസുരീ സമ്പത്തിനെയും പറയുക. എന്നിട്ട് പറയും ദൈവീ സമ്പത്ത് നമ്മൾ സ്വീകരിക്കണം, ആസുരീ സമ്പത്തിനെ നമ്മൾ തള്ളിക്കളയണം എന്നുള്ളതാണ് 16-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ ദൈവീ സമ്പത്ത് എന്തുവാണ്? അതാണ് നമ്മളെ നിത്യസത്വത്വത്തില് പിടിച്ചു വെക്കുക. എന്താ? അഭയം. തുടങ്ങുന്ന ഗുണം ഇങ്ങനെയാണ്: അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തവ ആർജവം അഹിംസാ സത്യമക്രോധം ത്യാഗശാന്തിരപൈശുനം എന്ന് പറഞ്ഞ് ഒരു 26 ഗുണങ്ങൾ. ഈ 26 ഗുണങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ ആ സത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അവിടെ ഈ നിർദ്വന്ദ്വനൊക്കെ വരുവേ. ഓക്കെ, അവിടെ അത് വരും. ഇത് പല തവണ വരും. എന്താണ്? നമ്മൾ ആ സത്വത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് താല്പര്യം. കാര്യം എന്താ? രജസിനെ വിടണം, തമസിനെ വിടണം, സത്വത്തിൽ ഉറച്ചു നിൽക്കണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെയും വെളിയിൽ പോകും. സത്വത്തിലെ ഉറച്ച് നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ വെളിയിലും പോകും. എങ്ങനെയാണ് നമ്മൾ സൈക്കിൾ ഓട്ടാൻ പഠിക്കുന്നത്?
ആദ്യം 2 വീലുള്ള സൈക്കിളിന്റെ സൈഡിൽ വേറെ 2 വീല് കാണും. 4 വീലുള്ള സൈക്കിളിൽ ചവിട്ടി കൊടുക്കും. പതുക്കെ 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 ആ വീലിന്റെ ഇത് സൈഡിലുള്ള സപ്പോർട്ടിങ് വീൽസ് പതുക്കെ പൊക്കിക്കൊണ്ടുവരും. ആദ്യം രജസ് ഇത്തിരി എടുത്ത് മാറ്റും, തമസ് ഇത്തിരി എടുത്ത് മാറ്റും, അങ്ങനെയാണ്. പിന്നെ ബാലൻസ് ആണ്. പിന്നെ വേണമെങ്കിൽ ഒറ്റ വീലേ പോകാൻ പറ്റുമെന്നാ ചിലപ്പോൾ. എന്താണെങ്കിലും ആലോചിച്ചു. ശരി, നിത്യസത്വസ്ഥ. ഇനിയോ അതല്ലെങ്കിൽ നിത്യസത്വസ്ഥക്ക് വേറൊരു ഇതെടുക്കാം. സത്വം എന്ന് പറഞ്ഞാൽ മനസ്സാണ് എന്നാണ് വേറെ. സത്വം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ്. അപ്പം നിത്യസത്വസ്ഥ എന്ന് പറഞ്ഞാൽ ഉറച്ച മനസ്സോടുകൂടി നിൽക്കണം. എന്ത്? ഞാൻ ഈ പാതയിൽ നിന്ന് വിടില്ല എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി നിൽക്കണം. എങ്ങനെ സത്വസ്ഥനാകാം? ഇത് ഈ ഉറച്ച മനസ്സ് എങ്ങനെ ഉണ്ടാക്കാം? അത് നിർയോഗക്ഷേമ ആത്മാവാണ്. നിർയോഗക്ഷേമം ആകണം. എന്താണ് നിർയോഗക്ഷേമം എന്ന് പറഞ്ഞാല്? സത്വം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ നേരത്തെ നമ്മൾ സാധാരണ സത്വത്തിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ എവിടെ പഠിക്കും? 14-ാം അധ്യായത്തിൽ പഠിക്കും. ഗുണത്രയ വിഭാഗ യോഗത്തില് നമ്മൾ പഠിക്കും. അപ്പൊ അവിടെ കാണും. പക്ഷെ നമുക്കിപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറയാം. സത്വത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ശാന്തി, ജിജ്ഞാസ ഇത്യാദി കാര്യങ്ങളാണ്. ഞാൻ സത്വത്തിലാണ് എന്ന് എങ്ങനെ മനസ്സിലാകുക? സമാധാനത്തോടു കൂടി ഇരിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതില് എങ്ങനെ ഉറച്ചിരിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഈ ഒരു ഉറച്ച മനസ്സോടുകൂടി എങ്ങനെ നിൽക്കാൻ പറ്റും? അതിൽ ഉറച്ചിരിക്കാൻ നാം യോഗത്തിൽ നിന്നും ക്ഷേമത്തിൽ നിന്നും മാറി നിൽക്കണം എന്നാണ്. നിർയോഗക്ഷേമ ആകണം എന്നാണ്. എന്താ നിർയോഗക്ഷേമനാകുക എന്ന് പറഞ്ഞാല്? യോഗം എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ അർജുന വിഷാദ യോഗോ സാഖ്യയോഗോ ഒന്നും അല്ല. യോഗം എന്ന് പറഞ്ഞാൽ അപ്രാപ്യസ്യ പ്രാപകം യോഗ. എന്താണ്? കിട്ടാത്തത് ഇപ്പൊ കിട്ടിയിട്ടില്ല, അത് കിട്ടുന്നതിനെയാണ് യോഗം എന്ന് പറയാം. പിന്നെയോ ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാപ്തസ്യ രക്ഷണം ക്ഷേമ. കിട്ടിയേക്കുന്ന കാര്യത്തിനെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് എന്ത്? അതാണ് ക്ഷേമം. അപ്പം നമ്മള് ഈ ഒരു രീതിയിൽ എന്താ ഇതിൽ നിന്ന് നമ്മൾ വെളിയിൽ വരണം. എന്താണ്? ചില കാര്യങ്ങളിൽ നിന്ന് നേടണം 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 എന്നുള്ളതിൽ നിന്നും ഉള്ള കാര്യം ഇവിടത്തില്ല 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 എന്ന് പറയുന്നതിൽ നിന്നും ആ യോഗക്ഷേമങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. വേറൊരു സ്ഥലത്ത് നമ്മൾ കാണും. എന്താണ്? നമ്മൾ കൃത്യമായിട്ട് ഭഗവാനെ ഭജിച്ചാൽ ഭഗവാൻ നമ്മുടെ യോഗക്ഷേമത്തിനെ നോക്കിക്കോളും എന്ന് പറയുന്നുണ്ട്. അനന്യാശ്ചിന്തേന്തോമാം യജനഃപര്യുവാസനെ തേഷാം നിത്യാഭിയുക്ത യോഗക്ഷേമം വഹാമ്യഹം. നിന്റെ യോഗത്തിനെ ക്ഷേമത്തിനെ ഞാൻ നോക്കിക്കോളാന്ന് ഭഗവാൻ 9-ാം അധ്യായത്തിൽ നമുക്ക് ഉറപ്പ് വരുവേ. നമ്മൾ അതേ പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ അത് നടക്കത്തില്ല. കാര്യം എന്നാ? അത് നമ്മളെ വീണ്ടും വീണ്ടും സെൽഫ് സെന്റേർഡ് ആക്കും. നമ്മളെ സ്വാർത്ഥമതിയാക്കും. ഓക്കെ, യോഗവും ക്ഷേമവും സത്യത്തില് അഹങ്കാരവും മമാകാരവുമാണ്. ഇല്ലേ? എനിക്കത് വേണം അത് വേണം അത് വേണം എന്നുള്ള ചിന്തയും എൻ്റെ കയ്യിലുള്ളതിനെ വിടത്തില്ല 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 എന്നുള്ള ചിന്തയും സത്യത്തിൽ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നതാണ് എന്നാണ്. അപ്പം അതിനെ അതിക്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിക്കണം. ഇവിടൊക്കെയാണ് സത്യത്തിൽ ഈ ഫിലോസഫിയെ ആൾക്കാർ കുറ്റം പറയുന്നത്. കാര്യം എന്നാ? ഇതിൻ്റെ ഒരു ഡെപ്തിൽ മനസ്സിലാകാതിരിക്കുന്ന സമയത്ത്. എന്താ അത്? അതായത് ആലോചിച്ച് നോക്കൂ, ഇവിടെ ശാസ്ത്രം പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ കരുതണ്ട, നിങ്ങൾ കൂട്ടിവെച്ചതൊന്നും നിങ്ങൾ പിടിച്ചു വെക്കൊണ്ടിരിക്കാൻ നോക്കണ്ട എന്നെല്ലാം പറയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ വരും. അയ്യോ, അപ്പൊ ഞാൻ ഈ സമ്പാദിക്കാൻ പാടില്ലേ, ഇതൊക്കെ ഉപേക്ഷിച്ച് കളയണ്ട. അങ്ങനല്ല ആചാര്യന്മാർ പറയുക. കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിനെ മറന്നിട്ട് ഫോക്കസ് പാതയിൽ മാത്രം കൊടുക്കും. അതായത് എൻ്റെ ലക്ഷ്യം മോക്ഷമാണ്, പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഞാനിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതയാണ് ലക്ഷ്യം എന്ന് കരുതി നമ്മൾ നിൽക്കും. യോഗക്ഷേമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. നമ്മളിവിടെ ട്രാൻസാക്ഷനിൽ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അത് മാത്രമല്ല കാര്യം എന്ന് നമുക്ക് മനസ്സിലാകും. ട്രെയിൻ യാത്രയാണോ, നമ്മൾ വേറൊരു രീതിയിൽ ഇതിനെ കാണുമെങ്കിൽ കൂടെ ട്രെയിൻ യാത്രയാണോ വലുത്, അതോ ഡൽഹിയിൽ പോകുന്നതാണോ വലുത്? ഡൽഹിയിൽ പോകുന്നതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഡൽഹിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിൻ എടുത്തിട്ട് നേരെ കോഴിക്കോട് പോയി ഇറങ്ങി, അത് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് അടുത്ത ട്രെയിൻ എടുത്ത് ഞാൻ കോയമ്പത്തൂർ പോയി. ട്രെയിൻ യാത്ര എനിക്ക് ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? കോയമ്പത്തൂരിൽ ഞാൻ നേരെ ബാംഗ്ലൂർക്ക് പിടിച്ചു, അതിന് ശേഷം ചെന്നൈക്ക് പോയി. ഇതിങ്ങനെ ഓടി നടക്കത്തേ ഉള്ളൂ, ഡൽഹിയിലേക്ക് ഒരിക്കലും പോകത്തില്ല.
ഞാൻ ഡൽഹിയിലേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഡൽഹിക്ക് പോകുന്ന ട്രെയിൻ എടുക്കണം. കോയമ്പത്തൂർക്കോ ചെന്നൈക്കോ അതല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിൽ പോകുന്ന ട്രെയിനിനെ ഉപേക്ഷിക്കാനും പറ്റണം ഒരേ സമയത്ത്, ഒരേ സമയം. അല്ലാതെ നമ്മളിവിടെ കാണുന്ന ഈ ഉപേക്ഷിക്കൂ എന്ന് പറയുന്ന കാര്യം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെയാണ് ഈ ഫിലോസഫി, ഒന്നും നമുക്ക് വേണ്ടേ, ഉപേക്ഷിക്കൂ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഡൽഹിയിലൊക്കെയാണ് പോകേണ്ടത്, അപ്പോൾ ചെന്നൈയിലേക്ക് പോകേണ്ട ട്രെയിൻ പിടിക്കണ്ട എന്ന് പറയുന്നതാണ് ന്യായം. ആണോ അല്ലയോ? അതെങ്ങനെ തെറ്റാകുന്നേ? അപ്പം ഇവിടെ നിര്യോഗക്ഷേമാത്മവാൻ. അത് കഴിഞ്ഞിട്ടോ ഇതിൽ നിന്ന് ഈ എങ്ങനെ എനിക്ക് നിര്യോഗക്ഷേമം എത്താൻ പറ്റുള്ളൂ? ഈ അഹങ്കാരത്തിന്റെയും മമാകാരത്തിന്റെയും വെളിയിൽ എപ്പോഴേ എനിക്ക് പോകാൻ പറ്റുള്ളൂ? അത് ഞാൻ ആത്മവാനാകുമ്പോഴേ എനിക്ക് പറ്റുള്ളൂ. ശ്രദ്ധിച്ചോണേ, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ ആത്മവാനാകുമ്പോൾ, അതായത് ഞാൻ ഭഗവാനിൽ ഫോക്കസ്ഡ് ആകുമ്പോഴേ, ആത്മാവിൽ ഫോക്കസ്ഡ് ആകുമ്പോഴേ എനിക്ക് ഈ യോഗത്തിനെയും ക്ഷേമത്തിനെയും വിടാൻ പറ്റുള്ളൂ. ഞാൻ ഏറ്റവും മികവിനെ പിടിക്കുമ്പോഴേ എനിക്ക് അത്രയും മികവല്ലാത്തതിനെ ഉപേക്ഷിക്കാൻ തോന്നുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ കുറ്റബോധം വന്നുകൊണ്ടേയിരിക്കും. ചിന്മയാനന്ദ സ്വാമിജിയുടെയൊക്കെ ഒരു പയ്യൻ ചോദിക്കും, പയ്യനാണോ ആരാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല, നമ്മൾ സിനിമയ്ക്കകത്തുണ്ട് ഓണേ ക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഗുരുദേവനെ പറ്റിയിട്ടുള്ളൊരു സിനിമയുണ്ട്. അതിനകത്തൊരു പയ്യൻ ചോദിക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പയ്യൻ എന്ന് പറഞ്ഞത്. ഇതല്ലാതെ സ്വാമിജിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ചോദിക്കും, സ്വാമിജിയുടെ പ്രഭാഷണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവൻ ചെന്നിട്ട് പറയും, സ്വാമിജി സ്വാമിജി ഈ പറയുന്നതെല്ലാം കൂടെ എനിക്കൊന്ന് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. ആ സമയത്ത് സ്വാമിജി അങ്ങനെ പറയുന്ന സാധനമാണ് ഡിറ്റാച്ച് അറ്റാച്ച്. ഈ രണ്ട് വാക്കില് ഡിറ്റാച്ച് അറ്റാച്ച്. എന്താ ഡിറ്റാച്ച് അറ്റാച്ച്? ഡിറ്റാച്ച് ഫ്രം ദി ലോവർ, അറ്റാച്ച് ടു ദി ഹയർ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ എൻറ്റയർ സാധനയെ നമ്മൾ ഈ ഇത്രയും ക്ലാസ് എടുത്തില്ല, ഇപ്പം ഇത് 15ാമത്തെ ക്ലാസ്സും കണ്ടാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഇനി എടുക്കാൻ പോകുന്ന ക്ലാസ്സുകളോ ഇതുവരെ എഴുതിയേക്കുന്ന ശാസ്ത്രങ്ങളോ എല്ലാം ഏറ്റവും അവസാനം പ്രാക്ടിക്കലി കൊണ്ട് നിർത്തിയിട്ട് 2 വാക്കിൽ പറയൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 2 വാക്കിൽ ഗുരുദേവൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. എന്താണ്? ഡിറ്റാച്ച് അറ്റാച്ച്. അപ്പോൾ ഉടനെ ഈ പയ്യൻ എന്ന് പറഞ്ഞ് വാ വിളിച്ചിരുന്ന ഉടനെ ഗുരുദേവൻ പറഞ്ഞു, ഡിറ്റാച്ച് ഫ്രം ദി ലോവർ, അറ്റാച്ച് ടു ദി ഹയർ. ചിലപ്പോൾ നമ്മൾ ലോവറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കും ചില സമയത്ത്. നമ്മുടെ സാധനയുടെയൊക്കെ തുടക്കത്തിൽ വളരെ താല്പര്യത്തോടു കൂടി നമ്മളെ ശ്രമിക്കും. പക്ഷേ നമ്മൾ മേളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്തത് കാരണം മറ്റേ എന്നാ നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടക്കുന്ന. ഇത് രണ്ടും ഒരേപോലെ വേണം. ഞാൻ ആത്മവാനാകുന്ന സമയത്ത് നിര്യോഗക്ഷേമം നടക്കും, സത്വസ്ഥനായിട്ടിരിക്കാൻ പറ്റും. ഇതെല്ലാം കൊണ്ട് ഒരുമിച്ച് പോകണമെന്നാ. ഓക്കെ, ഞാൻ ഉറച്ചു നിൽക്കാം. ഇനിയോ ഇതിന് ഒരു ഉദാഹരണം പറയാം. എന്തിനു ഉദാഹരണം? ഒന്ന്, ഇതെല്ലാം ഈ വേദങ്ങൾ ഇത്രത്തോളം ആവശ്യമില്ല, ഏത് കർമ്മകാണ്ഡത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യത്തിനും, പിന്നെയോ ആത്മവാനായി കഴിഞ്ഞാൽ വേറൊന്നിൻ്റെ ആവശ്യമില്ല എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഭഗവാൻ പറയും. ഭഗവാൻ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്താണ്? യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ അതാവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. 46ാമത്തെ ശ്ലോകത്തിൽ പറയും, സർവത്ര ജലം നിറഞ്ഞിരിക്കെ, കുളം കിണർ തുടങ്ങിയവയിൽ ചെറു ജലാശയങ്ങൾ കൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ട്, ബ്രഹ്മജ്ഞാനിക്ക് സർവവേദങ്ങൾ കൊണ്ടും അത്രത്തോളം പ്രയോജനമുണ്ട്. എല്ലായിടത്തും വെള്ളം 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 സർവത്ര എന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഒരു കുളം കൊണ്ടോ കിണർ കൊണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ല, അങ്ങനല്ല സ്വാമി, ഞങ്ങൾക്ക് ശുദ്ധജലം കുടിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് വരാൻ പാടില്ല. ഈ ഉദാഹരണം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നാ. അത് ചോദിക്കും. അതായത് എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കുളവോ ഒരു ചെറിയ ജലാശയമോ കൊണ്ട് നമുക്ക് എത്രത്തോളമാണ് ഇതുണ്ടാകുക, എൻ്റെ പേരിന ഒരു ഫലം, ഗുണം ഉണ്ടാകുക? ഒന്നും തന്നെ ഗുണമില്ല. അതേപോലെയാണ് ബ്രഹ്മജ്ഞാനിക്ക് എന്ത് ഈ പറഞ്ഞ പോലെ ഈ വേദങ്ങൾ കൊണ്ടുള്ള ഗുണം.
നമ്മുടെ ശാസ്ത്രത്തിൽ മാത്രമാണ് ഇങ്ങനെ പറയുള്ളേ. ഇവിടെ ഞാൻ കുറച്ച് ഇത്തിരി വർഗീയവാദിയൊക്കെ ആകുന്നു, അല്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ കണക്ക് തീവ്രവാദി ഇവനേക്കാളുപരി നമ്മുടെ ഭാഗത്തിന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. കാര്യം നമ്മുടെ വേദം തന്നെ, വേദത്തിൽ അതേപോലെ തന്നെ നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഉയരുന്ന സമയത്ത്, നിന്റെ എവല്യൂഷന്റെ സമയത്ത് ഈ ശാസ്ത്രം നിനക്കൊരു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ശാസ്ത്രത്തിനെ തന്നെ ഉപേക്ഷിക്കണം എന്ന് നാരദഭക്തിസൂത്രത്തിൽ പറയും, വേറെ പല സ്ഥലങ്ങളിലും പറയും. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഭഗവത്ഗീതയിൽ പറയുക. എന്താണ് പറയുക? സർവത്ര ജലം നിറഞ്ഞിരിക്കുന്ന ചെറുജലാശയങ്ങൾ കൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ട്, ബ്രഹ്മജ്ഞാനിക്ക് സർവവേദങ്ങൾ കൊണ്ടും അത്രേ പ്രയോജനമുള്ളൂ. ഇതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നത് നിർത്തരുത് എന്നല്ല, ഇത് ബ്രഹ്മജ്ഞാനിയെ പറ്റിയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. നമ്മൾ ശരിയാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ചു എന്ന് ഇല്ല. വളരെ രസകരമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണിയിലാണ് പറയാന്ന് തോന്നുന്നു. അതായത് നിങ്ങൾ ആത്മജ്ഞാനത്തിനെ നേടി, ആ മോക്ഷത്തിനെ നേടി എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ശാസ്ത്ര ഗ്രന്ഥം കൊണ്ട് എന്താ കാര്യം? അവിടെ എത്തിയല്ലോ. അതായത് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി, പിന്നെ മാപ്പ് കൊണ്ട് എന്താ നിങ്ങൾക്ക് ആവശ്യം? മാപ്പിന്റെ ആവശ്യമില്ലല്ലോ. അതേപോലെ നിങ്ങൾ അങ്ങോട്ട് എത്തുന്നില്ല എങ്കിൽ പിന്നെ ഈ ശാസ്ത്രഗ്രന്ഥം കൊണ്ട് എന്താ കാര്യം? അതായത് നമ്മൾ പോകുന്നില്ല എങ്കിൽ പിന്നെ ഈ മാപ്പും കൈ പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ഉടനെ നമ്മൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഈ മാപ്പ് കൊണ്ടൊരു കാര്യമില്ല, അല്ലെങ്കിൽ ശാസ്ത്രഗ്രന്ഥം കൊണ്ടൊരു കാര്യമില്ല എന്ന്. അങ്ങനല്ല ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്. ശങ്കരാചാര്യ സ്വാമികൾ ഫോക്കസ് കൊടുക്കുന്നത് എന്താണ്? നമ്മൾ ലക്ഷ്യത്തിൽ തന്നെ എത്തണം എന്നാണ്. അല്ലാതെ വെറുതെ ഈ ശാസ്ത്രം കാണാൻ പഠിച്ചിരുന്നോണ്ട് കാര്യമില്ല, ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്നാണ് ഈ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ശാസ്ത്രം കൊണ്ട് കാര്യമില്ല എന്നാണ്. ഇല്ല, ഇവിടെ ബ്രഹ്മജ്ഞാനിക്ക് കാര്യമില്ല എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനിയുടെ സ്റ്റാൻഡ് പോയിന്റ് ആണ്. നമുക്ക് ആ ഒരു തലത്തിലേക്ക് ചിലപ്പോൾ ഉയരണമെങ്കിൽ കാമ്യകർമ്മങ്ങളിൽ കൂടെ തുടങ്ങണം. പറഞ്ഞില്ലേ, നമ്മൾ കാമ്യകർമ്മങ്ങളിൽ കൂടെ തുടങ്ങേണ്ടി വരും ചിലപ്പോൾ. എന്നിട്ടോ നമ്മള് പതുക്കെ നിഷ്കാമ കർമ്മങ്ങളിലേക്ക് എത്തണം. ആ നിഷ്കാമ കർമ്മം ഭഗവാനുള്ള അർപ്പണമായി കൊണ്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ സ്വാർത്ഥത കുറയ്ക്കണം. പിന്നെ നമ്മൾ വേദാന്തം പഠിക്കണം, അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കണം. ഈ രീതിയിൽ വേണം പോകാം. ആദ്യം തന്നെ പോയിട്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കളയാൻ പറ്റില്ല. നമുക്ക് വേദത്തിനെ പുച്ഛിക്കാനോ അല്ലെങ്കിൽ കർമ്മകാണ്ഡത്തിനെതിരെ പറയാനോ ഒന്നും പറ്റില്ല. മനസ്സിലായില്ലേ? കാര്യം എന്താ? നമ്മൾ അതിനുള്ള ആധികാരികമായിട്ടില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ സാധാരണ വേദാന്തം പഠിക്കുമ്പോൾ ചിലപ്പോൾ ഭഗവത്ഗീത ചിന്യാവിഷയിൽ അധികം നമ്മളങ്ങനെ ചെയ്യാറില്ല. എങ്കിൽ കൂടെയും വേദാന്തമൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഈ കർമ്മകാണ്ഡത്തിന് തേച്ചൊട്ടിക്കും. കാര്യമില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെ നമ്മളോട് ഈ കർമ്മകാണ്ഡികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. നിങ്ങൾ ആരെങ്കിലും അടുത്തിടയ്ക്ക് ഒരു സോമയാഗം നടന്നതിനെ പറ്റി അറിഞ്ഞായിരുന്നോ? പയ്യന്നൂരുണ്ടായിരുന്നു ഒരു പരിപാടി. ഓക്കെ, വളരെ ഗംഭീരമായിട്ട് ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കാണാനൊക്കെ വേണ്ടിയിട്ട്. കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവർ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി. പക്ഷെ അവരവിടെ ആചരിക്കുന്ന ഓരോ കാര്യവും നമുക്ക് ഇവിടുന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ അവർ ചെയ്യുന്ന കാര്യത്തിന് ആ ഒരു കർമ്മശുദ്ധിയോടുകൂടി ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മനസ്സിലായില്ലേ? അവിടെയാണ് ചിലപ്പോൾ ഈ വേദാന്തികൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു സാധനം. നമ്മൾ എല്ലാം ഭഗവാനല്ലേ, കുളിക്കാതെ വേണമെങ്കിൽ നമുക്ക് പൂജ ചെയ്യാം. കുളിക്കാതെ പൂജ ചെയ്യാവോ? പൂജ ചെയ്യാം. എന്തോ പൂജ ചെയ്താ കാര്യം എന്നാ? ഭഗവാൻ ഏറ്റവും നിർമ്മലനല്ലേ എന്നല്ല നമ്മൾ പറഞ്ഞാളെ. പക്ഷെ നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ കുളിച്ചിട്ട് വൃത്തിയായിട്ട് വന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നെല്ലാം പറയുന്നത്. നമ്മൾ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട വേദാന്തം കൊണ്ട് ഇവർ കൊടുക്കുന്ന ആ ഒരു ബലം കൊടുക്കാതെ നമുക്ക് തോന്നിയതാണ് കാണിക്കും. അങ്ങനെ കാണിക്കാനല്ല ഇത് എന്നാണ്. മനസ്സിലായില്ലേ? ശബരിമലയിൽ പോകുന്ന വ്രതം എടുക്കോ, 41 ദിവസം വ്രതം, മനസ്സ് നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാം വലിച്ചു കയറ്റും. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സ് നന്നായിട്ടുണ്ടോ നിങ്ങളുടെ? അതില്ല. അങ്ങനെയാണെങ്കിൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 41 ദിവസത്തെ വ്രതം. മനസ്സിലായില്ലേ? 41 ദിവസത്തെ വ്രതം എന്തിനാണ്? മനസ്സിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മനസ്സ് നന്നായാൽ മതി. അതെ, മനസ്സ് നന്നായാൽ മതി. ഒരു ജീവൻ മുക്തൻ, ഒരു മുക്ത പുരുഷൻ ചിലപ്പോൾ അദ്ദേഹം വ്രതം എടുക്കാൻ പോകും. കാര്യം എന്നാ? അദ്ദേഹത്തിന് എല്ലാം ഒരേപോലെയാണ്. അത് കണ്ടിട്ട് നമ്മൾ തുള്ളാൻ നിൽക്കണ്ടെന്ന്.
മനസ്സിലായില്ലേ? അപ്പം ഇവിടെ വേദം ഒരു ജീവൻ മുക്തന് എന്താണ്, ബ്രഹ്മജ്ഞാനിക്ക് സർവ്വവേദങ്ങളെ കൊണ്ടും അത്രത്തോളം പ്രയോജനം ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മജ്ഞാനിയെ പറ്റിയാണ്, നമ്മളെ പറ്റി അല്ല എന്ന് ഓർത്തോണം. ഓക്കെ, എന്താ പറയാ, നമ്മുടെ കയ്യിൽ കടലുണ്ട്, പിന്നെ കുറച്ച് കൊച്ചു കുളങ്ങൾ ഉണ്ട്. നമുക്ക് കുളങ്ങളുടെ ആവശ്യമുണ്ടോ? ഇല്ല. അതേപോലെ ബ്രഹ്മജ്ഞാനിക്ക് ആ പൂർണ്ണമായ ആനന്ദത്തിനെ സിദ്ധിച്ച ആൾക്ക് പിന്നെ ഈ പറഞ്ഞ അല്പാനന്ദം, എന്ത്, ഇവിടുന്ന് സ്വർഗത്തിൽ പോയി കുറച്ച് ആൾ കിട്ടുന്ന ആ സുഖത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതാണ് താല്പര്യം. അതല്ലെങ്കിലോ വെള്ളപ്പൊക്കം കൊണ്ട് മൂടുമ്പോൾ കിണറിന് പ്രയോജനമുണ്ടോ? ഇല്ല, കിണർ തന്നെ പോകുന്ന. ഓക്കെ, വേദ ഇവിടെ കർമ്മകാണ്ഡമായിട്ട് എടുക്കണം. സുഖം എന്ന് പറയുന്നത് എന്താ? സ്വർഗം. ഇവിടുത്തെ സുഖം, മുകളിലത്തെ സ്വർഗം, ഇതിന് ശേഷമുള്ള സ്വർഗം. ഇവിടെ ആത്മസുഖം നേടിയവന്, എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നവന്, വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി ഇരിക്കുന്നവന് ഈ ചെറിയ 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 അല്പസുഖം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതാണ് താല്പര്യം. എന്താണ്? ബ്രഹ്മാദി സംഭപര്യന്തം എല്ലാവർക്കും ഉള്ള സുഖത്തിനെ ഇത്ര കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സുഖമാണ് ആർക്ക്? ബ്രഹ്മജ്ഞാനിക്കുന്നെല്ലാം വേറെ പല സ്ഥലങ്ങളിലും പറയും. അത്രയും സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചെറിയ 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 സുഖത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ കണക്ക് ഇവിടം വരെ ആഹാരം കഴിച്ച ഒരാൾക്ക് ഇത്രയും ആഹാരം കഴിയും, മൂക്കുമുട്ട തിന്നാന്ന് പറയത്തില്ലേ, അത് കണക്ക് നമ്മൾ തിന്നു. എന്നിട്ട് ഇനി എന്തെങ്കിലും അകത്തോട്ട് പോയാൽ അപ്പം തിരിച്ചു വരും. ആ അവസ്ഥയിൽ നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്നിട്ട് പാവയ്ക്കക്കറിയുണ്ട് ചേട്ടാ വേണോ എന്ന് ചോദിക്കുന്നു. നല്ല മറ്റേ വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ് എന്ന് പറയുന്ന സമയത്ത് എന്ത്, അത് വേണ്ടാന്ന് പറയും. പാവയ്ക്കക്കറിയല്ല, പായസവും വേണ്ടാന്ന് പറയും. കാര്യം എന്നാ? ഇത്രയും കഴിച്ചിരിക്കുക. അതേപോലെ ആ ബ്രഹ്മജ്ഞാനിക്ക് വേദങ്ങൾ കൊണ്ട് അത്രയ്ക്കുള്ള ഉപകാരമേ ഉള്ളൂ. അടുത്ത ശ്ലോകമാണ് കർമ്മയോഗത്തിന്റെ ഹൃദയം. ഓക്കെ, അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല, അത് വിശദീകരിക്കാം. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മണ്യേവ അധികാരസ്തേമാവലേഷു കഥാചന എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ആ ശ്ലോകമാണ് വരിക. ഇത് കർമ്മയോഗത്തിന്റെ ഹൃദയമാണ്. നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുക? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർമ്മയോഗത്തിലേക്ക് ഭഗവാൻ അടുപ്പിക്കുകയാണ് നമ്മൾ. അപ്പൊ ആദ്യം തന്നെ കർമ്മത്തിന്റെ പ്രത്യേകത പറഞ്ഞു. കർമ്മം എന്താ, അത് ചെയ്താലേ ഫലം കിട്ടുള്ളൂ, പൂർണ്ണമാക്കണം. പക്ഷെ കർമ്മയോഗത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് പ്രത്യവായ ദോഷവും അഭിക്രമനാശവും ഇല്ല എന്നോർത്തോണെന്ന് പറഞ്ഞു. പിന്നെയോ ഇനി കർമ്മം എന്ന് പറയുമ്പോൾ, അടുത്തൊരു കോണ്ടെക്സ്റ്റിൽ കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മകാണ്ഡമായിട്ട് തെറ്റിദ്ധരിക്കരുത്. കാര്യം എന്നാ? കർമ്മകാണ്ഡം സ്വാർത്ഥതയുമായിട്ടും കാമ്യകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കർമ്മയോഗം എന്ന് പറയുന്നത് സ്വാർത്ഥതയ്ക്കും കാമ്യകർമ്മങ്ങൾക്കും രാഗദ്വേഷങ്ങൾക്കും അതീതമായിട്ട് പോകാൻ പോകുന്നതാണ്. അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഈ കർമ്മകാണ്ഡത്തിൻ്റെ വിശദീകരണമുള്ള വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ അറിഞ്ഞ, സത്യത്തിനെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനിക്ക് ഒട്ടും തന്നെ ആവശ്യമില്ല. കാര്യം എന്താ? അത് തുച്ഛമായിട്ടുള്ള ആനന്ദത്തിനെ പ്രദാനം ചെയ്യുന്നതാണെങ്കിൽ ബ്രഹ്മജ്ഞാനി പൂർണ്ണാനന്ദിയായിട്ട് ഇരിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ കണ്ടത്. ഇനി കർമ്മയോഗം എന്താണ് എന്ന് പറയും. എന്നിട്ടോ ആ യോഗത്തിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് പറയും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഇനി തൊട്ട് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെകളിലായിരിക്കും ക്ലാസ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കാര്യം ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതായിട്ടുള്ള ചില പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സാധനം നടക്കാത്തത് കൊണ്ടാണ് ഷെയർ പറഞ്ഞിരിക്കുക. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലി ശാന്തി മന്ത്രം. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.